ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ തേർഡ് പ്രോബ്ലം. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവർക്ക് അത് റെഫർ ചെയ്യാം. ഫസ്റ്റും സെക്കൻഡ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് ഇനി തേർഡ് പ്രോബ്ലമാണ് ഇത്. തേർഡ് പ്രോബ്ലം. There is an hexagonal pit in the school ground to collect rainwater. Each side of the hexagon is 2 meters and the depth of pit is 3 meters. It now contains water 1 meter deep. How much liters is this? How much more liters can it contain? That's the question. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ച് മനസ്സിലാക്കണം. ക്ലിയറായിട്ട് തറവലി വായിച്ച് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ നോക്കാം. ദർ ഈസ് ആൻ ഹെക്സഗണൽ പിറ്റ് എന്ന് പറഞ്ഞ് ഹെക്സഗണാണ്. ഹെക്സഗണിൻ്റെ ഷേപ്പിലുള്ള പിറ്റാണ് ഉള്ളത്. ഹെക്സഗണിൻ്റെ ഷേപ്പ്, ഹെക്സഗണിൻ്റെ ഷേപ്പ് 6 വശവും ഈക്വലായിരിക്കും. ഹെക്സഗണാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിറ്റെന്ന് പറഞ്ഞാൽ കുഴി, അങ്ങനെയുള്ള ഒരു കുഴി ഒരു സ്കൂൾ ഗ്രൗണ്ടിലുണ്ട്. ഹെക്സഗൺ ഷേപ്പിലുള്ള ഒരു കുഴി. എന്തിനു വേണ്ടിയുള്ള? ടു കളക്ട് റെയിൻ വാട്ടർ, മഴവെള്ളം ശേഖരിക്കാനുള്ള ഒരു കുഴി. ഹെക്സഗൺ ഷേപ്പിലുള്ള ഒരു കുഴി. അതിൻ്റെ സൈഡ് 2 മീറ്റർ. ഹെക്സഗണിൻ്റെ സൈഡ് 2 മീറ്റർ. ആൻഡ് ഡെപ്ത് ഓഫ് പിറ്റ് ഈസ് 3 മീറ്റർ. അതിൻ്റെ ഡെപ്ത് 3 മീറ്റർ. കുഴിയുടെ ആഴം 3 മീറ്റർ. അപ്പം അതാണ് ആ പിറ്റ് എന്ന് പറയുന്നത്. സ്കൂൾ ഗ്രൗണ്ടിലുള്ള പിറ്റ്, ഒരു കുഴിയുണ്ട്. ആ കുഴി ഹെക്സഗൺ ഷേപ്പിലാണ്. ആ കുഴിയുടെ ആഴം എന്ന് പറയുന്നത് 3 മീറ്ററാണ്. ഇനി ബാക്കി എന്തോ? ഇറ്റ് നൗ കണ്ടെയ്ൻസ് വാട്ടർ 1 മീറ്റർ ഡീപ്പ്. അതിനകത്ത് 1 മീറ്റർ ഡീപ്പിൽ വാട്ടർ ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 1 മീറ്റർ ഡീപ്പിൽ വാട്ടർ ഉണ്ട്. അത് ഹൗ മച്ച് ലിറ്റർ ഇസ് ദിസ്? അത് എത്ര ലിറ്റർ ആയിരിക്കും എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇനി ബാക്കി സ്പേസ് കിടക്കുക. ഈ സ്പേസിൽ ഇനി എത്ര മഴവെള്ളം കൂടെ കയറും? ഇതാണ് ചോദ്യം. ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് ഉള്ളത്. ഈ വെള്ളത്തിൻ്റെ അളവ് എത്ര, ഇനി എത്ര അഡീഷണൽ മഴവെള്ളം കൂടി ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ സ്കൂളിലുള്ള ഹെക്സഗൺ ഷേപ്പിലുള്ള കുഴിയിൽ. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം നോക്കാം. കുഴി ഹെക്സഗൺ ഷേപ്പാണ്. ഹെക്സഗൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേർത്ത് വെക്കുന്നതാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. 1 2 3 4 5 6 അല്ലേ? 6 ഹെക്സഗൺ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ചേർത്ത് വെക്കുന്നതാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കൊന്ന് നോക്കാം. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എത്ര? √3. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് √3a²/4 എന്നാണ്. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ √3a²/4. ഞാൻ ആദ്യം പറഞ്ഞ് 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേർത്ത് വെക്കുന്നതാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് ഏരിയ, അതായത് ഈ ഹെക്സഗൺ പിറ്റിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ത് വരും? അതിന് 6 കൊണ്ട് ഗുണിക്കണം. എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? 6 എണ്ണം. അതുകൊണ്ട് 6 കൊണ്ട് ഗുണിക്കുന്നു. 6 ഗുണം √3a²/4. ഇതാണ് ഈ ഹെക്സഗണൽ പിറ്റിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ ഇതിൻ്റെ ടോട്ടൽ വോളിയമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഹെക്സഗൺ ഷേപ്പിലുള്ള മഴക്കുഴിയുടെ ടോട്ടൽ വോളിയമാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിൻ്റെ ബേസ് ഏരിയ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ബേസ് ഏരിയ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അതിന് ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ബേസ് ഏരിയ
6 into root 3 a square by 4. നോക്കാം 6 into root 3 into സൈഡ് എത്ര 2 square divided by 4 equal to 6 into root 3 into 2 square എന്ന് പറഞ്ഞാൽ 4 divided by 4. ഈ 4 കൂടെ ക്യാൻസൽ ആയി പോകും, വെട്ടിക്കളയാം. ആൻസർ എത്ര വന്ന് 6 root 3 meter square ബേസ് ഏരിയ അല്ലേ. ഇനി അതിൻ്റെ ഹൈറ്റ് എത്ര ആയിരുന്നു നമുക്ക് തന്നേക്കുന്നത്? ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എത്ര ആയിരുന്നു? 3 മീറ്റർ ആയിരുന്നു. 3 മീറ്റേഴ്സ്. അപ്പോൾ വോളിയം ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എത്ര കിട്ടി? 6 root 3 ഇൻറ്റു ഹൈറ്റ് എത്ര? 3. അപ്പോൾ ആൻസർ എത്ര വന്നു? 6 into 3 18 root 3 meter cube അല്ലേ. വോളിയം കിട്ടി. ഇനി അതിനെ നമുക്ക് ലിറ്റേഴ്സിലാക്കണം, എങ്കിലേ നമുക്ക് ഈ ടോട്ടൽ എത്ര ലിറ്റർ ഇതിനകത്ത് കൊള്ളുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ ലിറ്റർ ആക്കാൻ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് water, rain water, total quantity of rain water it can hold അല്ലെങ്കിൽ കണ്ടെയ്ൻ. അതിൽ വോളിയം എത്ര? 18 root 3. അതിനെ നമ്മൾ ലിറ്റേഴ്സ് ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീറ്റർ ക്യൂബാണ്. ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റേഴ്സ്. അപ്പോൾ അത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പം 18 ഇൻറ്റു root 3 എന്ന് പറഞ്ഞാൽ root 3യുടെ വാല്യൂ 1.732 ഇൻറ്റു 1000 അല്ലേ. അത്രയും കിട്ടി. അപ്പം ഇവിടെ നമുക്ക് 3 ഡെസിമലുണ്ട്, അറിയാം നമുക്ക്. 3 ഡെസിമല് 3 പൂജ്യമുണ്ട്. അപ്പോൾ ആദ്യം അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റിയാൽ മതി. 18 ഇൻറ്റു 1732. അത് മനസ്സിലായോ? അതായത് 1.732 ഗുണം 1000 എന്നായിരുന്നു. നമ്മൾ ഗുണിക്കുന്നതിന് ഡെസിമലിന് ഗുണിക്കുന്നതിന് ആ സംഖ്യ നമ്മൾ അതുപോലെ എടുത്ത് എഴുതി, ഗുണിക്കുന്നതിന് പകരം 1000 കൊണ്ട് ഗുണിക്കുന്നതിന് 3 പൂജ്യം കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1 2 3 ഡെസിമൽ പ്ലേസ്. അപ്പം 3 ഡെസിമൽ പ്ലേസ് മാറ്റി കുത്തിടണം. 1 2 3 17 ഉണ്ടോ? ഇങ്ങനെയാണ് ഇത് വന്നത്. ഇനി ആ 1732 ഇൻറ്റു 18 കണ്ടുപിടിക്കണം അല്ലേ. ഇത് നമുക്കിവിടെ അങ്ങനെ കുടിച്ച് നോക്കാം. 1732 ഇൻറ്റു 18 16 3 25 ഇഷ്ടം 2 1 7 56 2 98 ഇഷ്ടം 5 6 8 8 13 ഇനി 1 2 3 1 അല്ലേ. 6 5 7 9 ഇഷ്ടം 1 7 3 10 9 ഇഷ്ടം 1 36,176 ലിറ്റർ ഇതിനകത്ത് കൊള്ളും. 36,176 ലിറ്റർ ഇതിനകത്ത് കൊള്ളും. ഇനി നമുക്ക്
അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ ബാക്കി പോർഷൻ നോക്കാം. ഹൗ മച്ച്, അതായത് 1 മീറ്റർ ഹൈറ്റിൽ വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇറ്റ് നൗ കണ്ടെയ്ൻസ് വാട്ടർ 1 ഹൗ മച്ച് ലിറ്റർ ഈസ് ദിസ്. അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് water. And quantity of water. Quantity of water. 1 meter depth. Yeah, 1 meter depth ഉള്ള ക്വാണ്ടിറ്റി വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് നോക്കാം. വോളിയം നമുക്കറിയാം അല്ല, അതിന് വോളിയം കണ്ടുപിടിക്കണം. വോളിയം ഈസ് ഈക്വൽ ടു 6√3 തന്നെ. 6√3 ബേസ് ഏരിയ. ബേസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 6√3 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്ര? 1 മീറ്റർ ഡെപ്ത്. ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാ കണ്ടത്. ഇത്രയും ഭാഗത്താണ് ഇപ്പം വെള്ളം ഉള്ളത്. ഇത്രയും ഭാഗത്താണ് വെള്ളം ഉള്ളത്. ഈ വെള്ളത്തിൻ്റെ അളവ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടം വരെ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റ് മാത്രം എടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ 1 മീറ്റർ ആണ് എടുക്കുന്നത് അല്ലേ. 6×√3 തന്നെ കിട്ടി. വോളിയം മീറ്റർ ക്യൂബ് കേട്ടോ. വോളിയം മീറ്റർ ക്യൂബ്. ഇനി അതിനെ ലിറ്റേഴ്സ് ആക്കണം. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ equal to 6×√3 into liters. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 6×√3യുടെ വില അറിയാം 1.732 into 1000. നേരത്തെ ചെയ്ത പോലെ തന്നെ 6×1732. 1732 എങ്ങനെ വന്നത് നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗുണിച്ച് നോക്കാം അല്ലേ. 1732 into 6. 12 ഇഷ്ടമാണ്. 19 19 ഇഷ്ടമാണ്. 42 1 43 ഇഷ്ടം 4 1 6 4 10 1392 ലിറ്റേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ആദ്യത്തെ പാർട്ടിൻ്റെ ആൻസറായി ഹൗ മച്ച് ലിറ്റർ ഈസ് ദിസ്. ഇപ്പം ഉള്ള അവസ്ഥ, അതായത് 1 മീറ്റർ ഹൈറ്റുള്ള വാട്ടറിൻ്റെ അളവ് എത്ര? അത് എത്ര? 10,392 ലിറ്റേഴ്സ്. ഇനി അടുത്ത പോർഷൻ എന്തുവാ? ഹൗ മച്ച് മോർ ലിറ്റർ ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ. ഹൗ മച്ച് മോർ ലിറ്റർ ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ. അപ്പം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ക്വാണ്ടിറ്റി ഓഫ് മോർ വാട്ടർ ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ. അതാണ് അടുത്ത ഓപ്ഷൻ. ഈക്വൽ ടു അത് കണ്ടുപിടിക്കാൻ എന്തുവാ? ടോട്ടൽ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 31,176. ടോട്ടൽ ഈ ടാങ്കിൽ മൊത്തം കയറുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 31,176 ലിറ്ററാണ്. 31,176. അതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഉള്ള വെള്ളം എത്ര? 10,392. 10,392 അല്ലേ. അതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ഇനി എത്ര അതിനകത്ത് ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അല്ലാണ്ട് ഈ ഭാഗത്തിന് എത്ര ഉള്ളു? ടോട്ടൽ അളവ് കണ്ടുപിടിച്ചു. അതിനകത്തുനിന്ന് ഇതങ്ങ് കുറച്ച് കഴിഞ്ഞാൽ ഇനി എത്ര അതിനകത്ത് വെള്ളം കയറുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ കുറച്ച് നോക്കാം. 31,176 മൈനസ് 392.
4 ലിറ്റർ വാട്ടറും കൂടെ അതിനകത്ത് കയറും അല്ലേ? അതാണ് ആൻസർ. ഓക്കെ. Fourth problem, a hollow prism. A hollow prism with a base, a square of sides 16 cm, contains water 10 cm height. If a cube of edges 8 cm is immersed in it, by how much would the water level rise? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഐഡിയ പ്രകാരം ക്വസ്റ്റ്യൻ തറവലി വായിച്ച് മനസ്സിലാക്കുക. ഹോളോ പ്രിസമാണ്. പ്രിസം സ്ക്വയർ, ബേസ് സ്ക്വയർ ആണ്. അപ്പം അതിൻ്റെ സൈഡ് 16 ആണ്. അപ്പോൾ 16 എല്ലാ സൈഡും 16 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഹോളോ പ്രിസമാണ്. അതിനകത്ത് വാട്ടർ ഉണ്ട്, വെള്ളമുണ്ട്. എത്ര മീറ്റർ ഹൈറ്റിൽ? 10 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വെള്ളമുണ്ട്. 16 സെൻറ്റിമീറ്റർ വീതം സൈഡുള്ള സ്ക്വയർ ബേസുള്ള ഒരു പ്രിസം, ഹോളോ പ്രിസം. ഹോളോ പ്രിസം എന്ന് പറഞ്ഞാൽ അകം പൊള്ളയാണ്. അപ്പോൾ അതിനകത്ത് വെള്ളമുണ്ട്. വെള്ളം എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റിലുണ്ട്? 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലുണ്ട്. ഇതിനകത്തൊരു ക്യൂബ് ഇറങ്ങുന്നത്. ക്യൂബ് അറിയാമല്ലോ, എല്ലാ വർഷവും ഈക്വലാണ്, സൈഡ്സ് എല്ലാം ഈക്വലാണ്. അതിനാണ് ക്യൂബ്. ആ ക്യൂബിൻ്റെ സൈസ് എത്ര? സൈഡ് എഡ്ജസ് 8 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയുള്ള ഒരു ക്യൂബ് തന്നെ ഇതിനകത്തോട്ട് അങ്ങ് ഇറക്കും. അപ്പം ക്യൂബ് ഇതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ ഈ വെള്ളം എത്ര ഉയരും? ഇതാണ് നമ്മുടെ ചോദ്യം. ഈ വെള്ളത്തിലോട്ട് നമ്മുടെ ക്യൂബ് അങ്ങോട്ട് ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഈ വെള്ളം പോകും. അപ്പം ആ വെള്ളം എത്ര മീറ്റർ ഹൈറ്റിൽ, എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റിൽ പൊങ്ങും? അതാണ് ബൈ ഹൗ മച്ച് വുഡ് ദ വാട്ടർ ലെവൽ റൈസ്. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമ്മൾ സ്ഥിരം ചെയ്യുന്ന വന്നതുപോലെ തന്നെ ബേസ് ഏരിയ, നമ്മുടെ ബേസ് ഏരിയ കണ്ടുപിടിക്കാം. ബേസ് ഏരിയ സ്ക്വയർ ആണ്, 16 സെൻറ്റിമീറ്റർ ആണ്. 16 സ്ക്വയർ ആയതുകൊണ്ട് ബേസ് ഏരിയ 16 സ്ക്വയർ ആണ്. ക്യൂബിൻ്റെ വോളിയം എത്ര? 8 × 8 ആണ്. ഓക്കെ. ഇനി നമുക്ക് എത്ര ഇത് റൈസ് ചെയ്യുന്ന വെള്ളം, ഇത് എത്ര റൈസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യിക്കണം. അതായത് നോക്കാം, നമുക്ക് ക്യൂബിൻ്റെ വോളിയം 8 × 8. ഇത് ഈ ക്യൂബ് ഈ വെള്ളത്തിലോട്ട് ഇറക്കി കഴിയുമ്പോൾ ആ വെള്ളം എത്ര ഹൈറ്റിൽ പൊങ്ങും? അത് നമുക്കറിയത്തില്ല. എത്ര ഹൈറ്റിൽ പൊങ്ങും? ഇപ്പം 10 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. പക്ഷേ ക്യൂബ് ഇറക്കി കഴിയുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ ഉയരും? അത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ ഹൈറ്റ് എച്ചായിട്ട് എടുക്കുന്നു. ആ ഹൈറ്റ് നമ്മൾ എച്ചായിട്ട് ഇങ്ങ് എടുക്കുന്നു. മനസ്സിലായോ? ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. നമ്മുടെ വോളിയം ഫോർമുല ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ഇവിടെ നമ്മുടെ ബേസ് ഏരിയ 16 × 16 ആണ്. ഇൻറ്റു ഹൈറ്റ് നമുക്കറിയത്തില്ല. അങ്ങനെയുണ്ട്, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യും. ക്യൂബിൻ്റെ വോളിയം 8 × 8 × 8. ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ളത് എച്ച് ഹൈറ്റാണ്. എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വെള്ളം പൊങ്ങുന്നതെന്നുള്ളത് അത് നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. എച്ച് അൺനോൺ ആണ്. ഇതേപോലെ നമുക്ക് എഴുതുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അത് ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ ആവും. നോക്കാം. M2 ഇവിടെ 2 വരും. M2 16. അപ്പോൾ ഈ 2 4 അല്ലേ? ഈ 2 4 ഇത് നമുക്ക് വെച്ച് ഇത് വെച്ചൊരു ഈ 2 4 4 2 8 4 2 ഇവിടെ 2 വരും. 4 5 2. 2 സെൻറ്റിമീറ്റർ വാട്ടർ റൈസ് ആവും. 2 സെൻറ്റിമീറ്റർ വാട്ടർ റൈസ് ആവും. ഓക്കെ.